നമസ്കാരം. ഓം ഓം ഓം. കുജനം രമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സപ്തവിംശ സർഗഃ. പറഞ്ഞു നിർത്തിയ ഭാഗം ഖരൻ ഇപ്പോൾ ശക്തമായ സേനാബലത്തോടുകൂടി രാമനെ നേരിട്ടിരിക്കുകയാണ്. രാമൻ നിഷ്പ്രയാസം അവരെയെല്ലാം കൊന്ന് വീഴ്ത്തി. അവിടെ ചോരയും മാംസവുമൊക്കെ ചിതറിക്കിടന്നൊരു നരകം പോലെ തോന്നിച്ചു. ഇപ്പോൾ ഖരനും കാട്ടാളനായ ത്രിശിരസ്സും മാത്രമായി അവിടെ ബാക്കി. അവരുടെ ഭാഗത്ത് ഇവർ രണ്ടുപേരും മാത്രമായി. ഇപ്പുറത്ത് രാമനും. ശേഷിച്ചവരെല്ലാം കൊല്ലപ്പെട്ടു. ഇങ്ങനെ മഹാതേജസ്വിയായ രാമൻ ഇവരെ എല്ലാം കൊന്നത് കണ്ടിട്ട് ഖരൻ രാമൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. ഇനി 27-ാം സർഗത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം. ശ്ലോകം 1. ഖരം തു രാമാഭിമുഖം പ്രയാന്തം വാഹിനീപതിഃ രാക്ഷസസ്ത്രിശിരാ നാമ സംനിപത്യേതമബ്രവീതം. രാമൻ്റെ നേർക്കു പോകുന്ന സേനാപതിയായ ഖരനെ സമീപിച്ച് ത്രിശിരസ് എന്ന രാക്ഷസൻ പറഞ്ഞു. ശ്ലോകം 2. മാം നിയോജയ വിക്രാന്തം ത്വം നിവർത്തസ്യ സാഹസാത് പശ്യ രാമം മഹാബാഹും സംയുഗേ വിനിപാതിതം. ഭവാൻ സാഹസകൃത്യത്തിൽ നിന്നും പിന്തിരിയുക. വിക്രമമുള്ളവനായ എന്നെ നിയോഗിക്കുക. മഹാബാഹുവായ രാമനെ യുദ്ധത്തിൽ വീഴ്ത്തപ്പെട്ടവനായി കാണുക. ശ്ലോകം 3. പ്രതിജാനാമി തേ സത്യം ആയുധം ചാഹമാലഭേ യഥാ രാമം വധിഷ്യാമി വധാർഹം സർവരക്ഷസാം. ഞാൻ ആയുധത്തെ സാക്ഷിയാക്കി ആണയിട്ടുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്നു. രാക്ഷസർക്കെല്ലാം വധാർഹനായിരിക്കുന്ന രാമനെ ഞാൻ വധിച്ചുകൊള്ളാമെന്ന് അങ്ങയോട് സത്യമായി പറയുന്നു. ശ്ലോകം 4. അഹം വാസ്യരണേ മൃത്യുർ ഏഷ വാ സമരേ മമ വിനിർവത്യരണോത്സാഹം മുഹൂർത്തം പ്രാശ്നികോ ഭവ. ഇവന് ഞാൻ രണത്തിൽ അന്തകനായിരിക്കും, മറിച്ചും വരാം. ഇവൻ എൻ്റെ അന്തകനായെന്നും വരാം. എന്നാൽ അങ്ങ് യുദ്ധോദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞ് കുറച്ചു സമയം നിരീക്ഷകനായി വർത്തിച്ചാലും. ശ്ലോകം 5, 6. പ്രഹൃഷ്ടോ വാഹതേ രാമ ജനസ്ഥാനം പ്രയാസ്യസി മയി വാ നിഹതേ രാമം സംയുഗായ പ്രയാസ്യസി ഖരസ്ത്രിശിരസാദേന മൃത്യുലോഭാത് പ്രസാദിതഃ ഗച്ഛ യുദ്ധേ തനുജ്ഞാതോ രാഘവാഭിമുഖോ യയൗ. 5, 6 ശ്ലോകങ്ങളുടെ അർത്ഥം. രാമൻ വധിക്കപ്പെട്ടതിൻ്റെ സന്തോഷത്തോടെ അങ്ങ് ജനസ്ഥാനത്തേക്ക് പോകും. ഞാൻ ഹതനാവുന്ന പക്ഷം അങ്ങയ്ക്ക് രാമനോട് യുദ്ധത്തിന് പോകാം. ഇപ്രകാരം മരണം കൊതിച്ചുകൊണ്ടെന്ന പോലെ പറഞ്ഞ് ഖരനെ പ്രസാദിപ്പിച്ചപ്പോൾ പോകുക, യുദ്ധം ചെയ്യുക എന്ന് ഖരൻ അനുജ്ഞ നൽകി. അവൻ രാമൻ്റെ നേർക്ക് പുറപ്പെട്ടു. ശ്ലോകം 7.
ത്രിശിരാസ്തുരഥേനൈവ വാജിയുക്തേന ഭാസ്വത അഭ്യദ്രവദ്രണേ രാമം ത്രിശൃംഗ ഇവ പർവ്വതഃ. കുതിരകളെ പൂട്ടിയ ഭാസ്വത്തായ തേരിലേറി രാമനോട് രണത്തിന് പുറപ്പെട്ട ത്രിശിരസ് 3 കൊടുമുടികളുള്ള മല പോലെ രാമന് നേരെ പാഞ്ഞടുത്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.